PM ശ്രീയിൽ അനുനയത്തിന് മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി CPI നേതാക്കളെ കാണുകയാണ്. പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെയാണ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെയും ഒപ്പം മന്ത്രി GR അനിലിനെയും കാണുന്നത്. പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ പ്രധാനമായിട്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, അനുനയത്തിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട ചർച്ച കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു MN സ്മാരകത്തിൽ. ദിവ്യ, കേരള രാഷ്ട്രീയത്തിലെ സമകാലിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നിപ്പോൾ MN സ്മാരകത്തിൽ നടക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ CPM നേതൃത്വത്തോട് വലിയ തരത്തിലുള്ള അമർഷമാണ് CPIക്കുള്ളത്. PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ ഒരേ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ഒരു തരത്തിലും ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു CPI ഉണ്ടായിരുന്നത്. ഒപ്പുവെച്ചതിന് പിന്നാലെ CPI അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ CPM നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അതിനിടയിൽ CPI മന്ത്രിമാർ രാജിവെക്കുമെന്നും മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും അടക്കമുള്ള ഭീഷണികൾ ഉയർത്തിയതാണ്. അപ്പോൾ അങ്ങേയറ്റം ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തിയത്. MN സ്മാരകത്തിലെത്തിയ മന്ത്രി വി ശിവൻകുട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടും മന്ത്രി GR അനിലുമായിട്ടും കൂടിക്കാഴ്ച നടത്തുകയാണ്. അല്പസമയം മുമ്പായിരുന്നു ഈ കൂടിക്കാഴ്ച തുടങ്ങിയത്. മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വന്നിറങ്ങിയപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു, ഒരു മഞ്ഞുരുകളുടെ ഭാഗമായിട്ട് അനുനയത്തിന്റെ ഭാഗമായിട്ടാണോ MN സ്മാരകത്തിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് അനുനയത്തിന്റെയും മഞ്ഞുരുകളുടെയും കാര്യമൊന്നുമല്ല, ഒരു സൗഹൃദ സന്ദർശനം മാത്രമെന്നാണ്. പക്ഷേ ഈ സൗഹൃദ സന്ദർശനം അപ്പുറത്തേക്ക് അതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് കേരള പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇടതുമുന്നണിക്കുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായാൽ അത് പ്രതിപക്ഷത്തിനും BJPക്കും വഴിയൊരുക്കി കൊടുക്കുന്നതിന് തുല്യമാകും. അങ്ങനെ മുന്നണിയിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യങ്ങൾ കേരള പൊതുസമൂഹത്തെ അറിയിക്കണം. CPIയെ കോൺഗ്രസ് അടക്കം UDF അടക്കം ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വവുമായിട്ടും അതുപോലെ തന്നെ GR അനിലുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നത്. PM ശ്രീ വിഷയത്തിൽ ഒപ്പിട്ടതിന് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ബിനോയ് വിശ്വവും അതുപോലെ തന്നെ CPIയുടെ മുഖപത്രമായ ജനയുഗവും നടത്തിയത്. വി ശിവൻകുട്ടിക്ക് എന്തിനാണ് ഇത്ര തിരക്ക്, അസ്വാഭാവികമായ തിരക്ക് ഇതിനകത്ത് എന്തിനെ കാട്ടി എന്നുള്ള ചോദ്യം ബിനോയ് വിശ്വം ചോദിച്ചിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇത് ഒപ്പുവെച്ചത് എന്ന് വിശദീകരിക്കണം എന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വവും മന്ത്രി GR അനിലും എല്ലാം ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ എന്ത് സാഹചര്യത്തിൽ ഇത് ഒപ്പുവെച്ചു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനിടയായ സാഹചര്യം അടക്കം മന്ത്രി വി ശിവൻകുട്ടി CPI നേതൃത്വത്തോട് വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഈ വിശദീകരണത്തിൽ തൃപ്തിയായാൽ അല്ലെങ്കിൽ മന്ത്രി പറയുന്ന കാര്യങ്ങളിൽ തൃപ്തിയായാൽ മാത്രമേ ഒരുപക്ഷേ CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ തുടക്കം മുതൽ ഇതുവരെ സ്വീകരിച്ചു പോരുന്ന നിലപാടിൽ നിന്ന് അല്പമെങ്കിലും മയപ്പെടുകയുള്ളൂ. എന്തായാലും CPI മുൻ പല വിഷയങ്ങളിലും സ്വീകരിച്ച നിലപാടുകൾക്കപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിലപ്പുറം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടാകുമോ? സ്വാഭാവികമായിട്ടും ദേശീയ വിദ്യാഭ്യാസ നയത്തെ NEPയെ ലോകാവസാനം വരെ എതിർക്കണം എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞത്. ഈ പറയുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആമുഖത്തിലെ ചില വാചകങ്ങളടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബിനോയ് വിശ്വം വായിക്കുകയും ചെയ്തിരുന്നു. അതിനുമപ്പുറത്തേക്ക് ലോകാവസാനം വരെ NEPയെ എതിർക്കുക, ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുക എന്ന് പറഞ്ഞ അങ്ങനൊരു നിലപാടുള്ള ബിനോയ് വിശ്വത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞാനിപ്പോൾ എതിർക്കേണ്ടതില്ല, എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച മന്ത്രി വി ശിവൻകുട്ടി എന്ത് പറഞ്ഞ് ഇതിനകത്ത് ബിനോയ് വിശ്വത്തെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് നമ്മളും ആകാംക്ഷ കൂടി നോക്കിക്കാണുന്നത്. ലോകാവസാനം വരെ ഇതിനെ എതിർക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത്. പക്ഷേ അതേസമയം തന്റെ നിലപാട് ഇപ്പോൾ മാറ്റി എന്ന് പറഞ്ഞ മന്ത്രി കൂടിയാണ് വി ശിവൻകുട്ടി. അപ്പോൾ അതിനകത്തടക്കം ബിനോയ് വിശ്വത്തെ ഏത് കാര്യങ്ങൾ പറഞ്ഞ് അനുനയിപ്പിക്കും എന്നുള്ളതിനകത്ത് ആകാംക്ഷയുണ്ട്. അല്പസമയത്തിനകം ഈ കൂടിക്കാഴ്ച പൂർത്തിയാക്കി മന്ത്രി വി ശിവൻകുട്ടി പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എന്തായിരുന്നു അവിടെ കൂടിക്കാഴ്ച, എന്ത് കാര്യങ്ങൾ പറഞ്ഞ് ഈ സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞാണ് ബിനോയ് വിശ്വത്തെ അനുനയിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇതൊരു സൗഹൃദ സന്ദർശനം എന്ന് മാത്രം പറഞ്ഞാണ് ബിനോയ് വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞ അകത്തേക്ക് കയറി പോയതെങ്കിലും കൂടിക്കാഴ്ച തുടങ്ങിയിട്ടുണ്ട്.
എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന കാര്യങ്ങളെ എത്രമാത്രം മുഖവിലേക്ക് CPI നേതൃത്വം എടുക്കും എന്നുള്ളതിനകത്തും കേരള രാഷ്ട്രീയം ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. മുൻ വിഷയങ്ങളിലൊക്കെ സ്വീകരിച്ച നിലപാടിനപ്പുറത്തേക്ക് അങ്ങേയറ്റം 100% ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM-ശ്രീയിൽ CPI സ്വീകരിച്ചു പോരുന്നത്. എന്തായാലും 27-ാം തീയതി ആലപ്പുഴയിൽ ചേരുന്ന CPI എക്സിക്യൂട്ടീവിന് ശേഷമായിരിക്കും ഇതിനകത്ത് മറ്റ് തുടർ നടപടികൾ ഏതൊക്കെ രീതിയിൽ സ്വീകരിക്കണമെന്ന് CPI നേതൃത്വം തീരുമാനിക്കുക. അതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മഞ്ഞുരുകലിന് സാധ്യതയുണ്ടോ, അങ്ങനെ മഞ്ഞുരുകി മുന്നണിയിൽ ഒരു ഒറ്റക്കെട്ടായി പോകാം എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കാം മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് MN സ്മാരകത്തിൽ എത്തിയിട്ടുള്ളത്. ദിവ്യ, ശരി, എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.